8-ാം തീയതി നമ്മുടെ ദിലീപിൻ്റെ കേസിൻ്റെ വിധി പറയണം. 8-ാം തീയതി കഴിഞ്ഞ 10-ാം തീയതിക്കുള്ളിൽ ഒരു ഗംഭീര വാർത്താ സമ്മേളനം നടക്കാൻ പോകുന്നുണ്ട്. ദിലീപ് നടത്തുന്ന ഒരു വലിയൊരു വാർത്താ സമ്മേളനം. എത്ര കൊല്ലമായി എന്നറിയാം ദിലീപ് ഒരു അക്ഷരം വേണ്ടിയിട്ട്. എല്ലാ ദുഃഖങ്ങളും വിഷമങ്ങളും എല്ലാം ഉള്ളിലൊതുക്കിക്കൊണ്ട് ആരോടും ഒരു പരിഭവമില്ലാണ്ട് അത് ദിലീപിൻ്റേതായുള്ള വഴി കൂടെ മാത്രം മൂപ്പർ സഞ്ചരിച്ച് കൊണ്ടുപോകുക. അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും ഒരുപാട് ദിലീപിനെ വളരെ മോശക്കാരനാക്കിക്കൊണ്ട് പല കമൻറ്റുകളും പല ഇൻ്റർവ്യൂകളും കാര്യങ്ങളും എല്ലാം ഉണ്ടെങ്കിലും ഒന്നിനും പ്രതികരിക്കാനായിട്ട് ദിലീപ് നിൽക്കാറില്ല. കാരണം എന്താണ്? അത് കേസ് നടക്കണം. കേസിൻ്റെ എന്തെങ്കിലും തീരുമാനം വേണ്ട ദിലീപിൻ്റെ വിഷമങ്ങളോ കാര്യങ്ങളോ ഒന്നും ആരോടും പറയാൻ ദിലീപ് തയ്യാറല്ല. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ ദിലീപിൻ്റെ സന്തോഷം കണ്ടെത്തിയത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാവപ്പെട്ടവരെ സഹായിക്കുക. ഇഷ്ടം പോലെ പാവപ്പെട്ടവരെ സഹായിക്കുക. ഇടത് കൈ ചെയ്യുന്നത് വലത് കൈ അറിയാണ്ടിരിക്കുക. ഒരു സഹായം ചെയ്യുമ്പോൾ പോലും ഒരു ഫോട്ടോ എടുക്കാനോ അത് സോഷ്യൽ മീഡിയയിൽ ഇടാനോ നാലാളെ അറിയിക്കാനോ ഒന്നും മൂപ്പര് മുതലാരില്ല. ദിലീപിൻ്റെ സഹായം കൊടുത്തവർക്കും അത് കിട്ടിയവർക്കും മാത്രം അറിയാം. അല്ലാണ്ട് ഒരാൾ പോലും പുറത്ത് പറയാനോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരു പബ്ലിസിറ്റിക്കോ ദിലീപ് തയ്യാറില്ല. ദിലീപ് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം. നല്ല ഒരു പാവങ്ങൾക്ക് വേണ്ടി ഒരുപാട് സഹായിക്കുന്ന ഒരാളാണ്. കൈയഴിച്ച് സഹായിക്കുന്ന ഒരാളാണ്. അത് സിനിമാ ഫീൽഡിലുള്ളവർക്കൊക്കെ അറിയാം. അത് പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ നമുക്ക് 8-ാം തീയതി കഴിഞ്ഞിട്ട് ഭൂമികുലുക്കം ഉണ്ടാവുന്ന ആ ഒരു പത്രസമ്മേളനത്തിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.